എടി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്നിട്ട് എന്ത് ചെയ്യാനാ? അവളെയാണെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നിങ്ങളെ വിശ്വസിച്ചിറങ്ങി വന്ന് എന്നെ പറഞ്ഞാൽ മതി. ഹിബ ഹിബ ബദറുദ്ദീനല്ലേ? നിനക്കെന്നെ മനസ്സിലായോ? എനിക്കങ്ങോട്ട്. എടാ ഞാൻ അനസ്, ഹിദായത്തില് ലാസ്റ്റ് ബെഞ്ചിലുണ്ടായിരുന്ന. ആ എടാ നീയോ? എനിക്കങ്ങോട്ട് മനസ്സിലായേ ഇല്ല. അല്ല നീ എന്താ ഇവിടെ? എടാ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വന്നതാ. ഓക്കെ എന്നാ ശരി വരട്ടെ. ആ ഓക്കെ. ഓ പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. സാരല്ല, ഇവിടെ അടുത്തൊരു പമ്പുണ്ട്, കാണാം. അല്ല നീ എങ്ങനെ പോവാ? നിന്നെ ഏൽപ്പിക്കാൻ വരുമോ? എടാ നിനക്ക് ബുദ്ധിമുട്ടല്ലേ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഓ അതിനെന്താ, നീ ഇവിടേക്ക്, ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഇപ്പൊ വരാം. എടാ കുഴപ്പമില്ല, ഞാനും കൂടെ വരാം. ഓ ബാ പോരു. അല്ല നീ ഞാൻ എവിടെയാ ഡ്രോപ്പ് ചെയ്യണ്ടേ? ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ വീട്ടുകാരോടൊന്നും പറയാണ്ട് ഹോസ്റ്റലിൽ ചാടി വന്നതാ. ഹോസ്റ്റലിൽ ചാടിയാ? അതെന്തിന്? എന്തിനെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഒരു നൈറ്റ് ഫുൾ എറണാകുളമൊക്കെ ഒന്ന് കറങ്ങി നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിക്കാൻ. എൻ്റെ കുറച്ച് നല്ലവരായ ഫ്രണ്ട്സ് എല്ലാം കോളമാക്കി. ആൾമാർ വന്നില്ല. ഞാനാണെ ഇവിടെ ലോക്കായി. എനിക്കിനി രാവിലത്തെ ട്രെയിനിൽ പോകാൻ പറ്റുള്ളൂ. നിനക്ക് എപ്പോഴും എറണാകുളം കറങ്ങാൻ ആഗ്രഹമുണ്ടോ? പിന്നില്ലേ, പക്ഷെ ഒറ്റയ്ക്ക് എങ്ങനെയാ? എനിക്ക് പേടിയാ. ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നിച്ച് കറങ്ങിയാലോ? കാര്യമായിട്ട്. പക്ഷേ മനസ്സും ഒക്കെയാണ്, മൈൻഡ് സമ്മതിക്കല്ല. മനസ്സും മൈൻഡും. നീയേ ഇവിടെ നിന്ന് ആലോചിക്കേ, ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാം. പിന്നെ ചിലപ്പോഴൊക്കെ മനസ്സ് പറയുന്നതും കേൾക്കാം, മൈൻഡിന് സീനൊന്നും ഉണ്ടാവില്ലെന്നേ.